നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില തകർച്ചയ്ക്കിടെ കുവൈത്ത് ക്രൂഡ് ഓയിൽ വില വീണ്ടും ഇടിഞ്ഞു. കുവൈത്ത് ക്രൂഡ് ഓയിൽ വില ബാരൽ ഒന്നിന് $75.79 കുറഞ്ഞു. രേഖപ്പെടുത്തിയത് കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. സൗദിയിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ സാധ്യത. നിരക്ക് വർധനവിനായി യൂണിറ്റ് നിരക്കിന്റെ താരിഫിൽ മാറ്റം വരുത്തുമെന്ന് ഇലക്ട്രിസിറ്റി അധികൃതർ. മസ്കത്തിൽ വിമാന കമ്പനിയുടെ ക്രൂരത. ഗുരുതരാവസ്ഥയിൽ നാട്ടിലേക്ക് പുറപ്പെട്ട രോഗിക്ക് വിമാന കമ്പനി അവസാന നിമിഷം യാത്ര നിഷേധിച്ചു. ശരീരം തളർന്ന തിരുവനന്തപുരം സ്വദേശി മനോജ് പുഷ്പാങ്കദനാണ് ജെറ്റ് എയർവേസ് യാത്ര നിഷേധിച്ചത്. പ്രവാസികൾക്ക് സ്വദേശി സ്പോൺസർ ഇല്ലാതെ ഒമാനിൽ കമ്പനി ആരംഭിക്കാം. സമ്പൂർണ്ണ ഉടമസ്ഥതയിൽ വിദേശികൾക്ക് സ്ഥാപനം തുടങ്ങാൻ ഒമാനിൽ പ്രത്യേക സാമ്പത്തിക മേഖല. UAE-യിൽ സർക്കാർ ജീവനക്കാർക്ക് ഡിസംബർ 2 മുതൽ 4 വരെ അവധി പ്രഖ്യാപിച്ചു. അവധി ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച്. സ്വകാര്യ മേഖലയുടെ അവധി ദിനങ്ങൾ നാളെ പ്രഖ്യാപിക്കും. അന്താരാഷ്ട്ര വിപണിയിൽ കുവൈത്ത് ക്രൂഡ് ഓയിൽ വില വീണ്ടും ഇടിഞ്ഞു. ബാരൽ ഒന്നിന് $75.79 ആയാണ് കുവൈത്ത് ക്രൂഡ് ഓയിലിന്റെ വില അന്താരാഷ്ട്ര മാർക്കറ്റിൽ രേഖപ്പെടുത്തിയത്. പെട്രോൾ വില സൂചികയിൽ 4 വർഷത്തിനിടയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ വിലയാണ് കഴിഞ്ഞ 3 ദിവസങ്ങളിൽ പെട്രോൾ വില സൂചികയിലുണ്ടായത്. രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ അടിസ്ഥാന സ്രോതസ്സായ പെട്രോളിയത്തിന്റെ അന്താരാഷ്ട്ര വിപണിയിൽ തുടർച്ചയായ ഇടിവ് സംഭവിക്കുന്നത് രാജ്യത്ത് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. 2010 ഒക്ടോബർ 18-നാണ് കുവൈറ്റ് പെട്രോളിന് അന്താരാഷ്ട്ര വിപണിയിൽ സമാനമായ ഇടിവ് ഇതിനു മുൻപ് രേഖപ്പെടുത്തിയത്. $76.74 അന്ന് ഒരു ബാരൽ കുവൈറ്റ് പെട്രോളിന് ലഭിച്ചിരുന്നത്. ഈ വർഷം ജൂണിൽ രേഖപ്പെടുത്തിയ അടിസ്ഥാന വിലയിൽ നിന്നും $32.15 കുറവാണ് പെട്രോളിന്റെ വിലയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ ഒരു ബാരൽ പെട്രോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റഴിച്ചിരുന്നത് $108.91. അമേരിക്കയുടെ പുതിയ പെട്രോൾ ശേഖരങ്ങൾ കണ്ടെത്തിയതും അവർ എണ്ണയുടെ ഇറക്കുമതി കുറയ്ക്കാൻ തീരുമാനമെടുത്തതും ഉൾപ്പെടെയുള്ള കാരണങ്ങളാണ് നിലവിൽ രാജ്യത്തിന്റെ എണ്ണവിലയിൽ ഇത്ര കുറവ് അനുഭവപ്പെടാൻ കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും വലിയ പെട്രോളിയം ഉപഭോഗ രാജ്യമായ അമേരിക്ക എണ്ണയുടെ ഇറക്കുമതി ഗണ്യമായി കുറയ്ക്കാൻ തീരുമാനിച്ചതിനാൽ കുവൈത്ത് ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുടെ കയറ്റുമതികളെയാണ് അത് ബാധിക്കുക. മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. സൗദിയിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി ആൻഡ് കോഡ് ജനറേഷൻ അതോറിറ്റി മേധാവി ഡോക്ടർ അബ്ദുള്ള മുഹമ്മദ് അഷ്ഹരി പറഞ്ഞു. മീറ്റർ റീഡിംഗിനെ അടിസ്ഥാനമാക്കിയുള്ള യൂണിറ്റ് നിരക്കിന്റെ താരിഫിൽ മാറ്റം വരുത്തിയാണ് നിരക്ക് വർധനവ് നടപ്പാക്കുക. കഴിഞ്ഞ 14 വർഷമായി സൗദിയിൽ വൈദ്യുതി ബിൽ താരിഫ് മാറ്റമില്ലാതെ തുടരുകയാണെന്നും ഡോക്ടർ അബ്ദുള്ള പറഞ്ഞു. നിരക്ക് വർധനവുമായി ബന്ധപ്പെട്ട പ്രായോഗിക പഠനം അതോറിറ്റി ആരംഭിച്ചിട്ടില്ല. 2000-ൽ നിശ്ചയിച്ച താരിഫ് നിരക്കാണ് ഇപ്പോഴും സൗദിയിൽ നിലനിൽക്കുന്നത്. നിരക്ക് വർദ്ധിപ്പിക്കാതെ 1.5 പതിറ്റാണ്ടായി നിലനിൽക്കുന്ന നിരക്ക് തുടരാനാവില്ല. വൈദ്യുതിയുടെ ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അതോറിറ്റിക്ക് സാമ്പത്തിക സ്രോതസ് ആവശ്യമാണ്. കൂടാതെ വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാൻ ഉപഭോക്താക്കളെ ബോധവൽക്കരിക്കുകയും വേണം. നിലവാരം കുറഞ്ഞ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപയോഗം വൈദ്യുതി കൂടുതൽ ഉപയോഗിക്കാൻ കാരണമായേക്കും. കൂടാതെ തീപിടുത്തം പോലുള്ള അപകടത്തിനും നിലവാരം കുറഞ്ഞ ഉപകരണങ്ങൾ കാരണമാണ്. ഉപഭോഗം നിയന്ത്രിക്കുക, കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നീ മാർഗങ്ങളിലൂടെ പുതിയ ഉപഭോക്താക്കൾക്കും വ്യവസായ ഉൽപാദന മേഖലയ്ക്കും കൂടുതൽ വൈദ്യുതി നൽകാനാവുമെന്നാണ് അതോറിറ്റി പ്രതീക്ഷിക്കുന്നത്. അസർപുള്ളിയിൽ, മീഡിയ വൺ, റിയാദ്. മസ്കത്തിൽ നിന്ന് ഗുരുതരാവസ്ഥയിൽ നാട്ടിലേക്ക് പുറപ്പെട്ട രോഗിക്ക് വിമാന കമ്പനി അവസാന നിമിഷം യാത്ര നിഷേധിച്ചു. ശരീരം തളർന്ന മാസങ്ങളായി ഒമാനിലെ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന തിരുവനന്തപുരം സ്വദേശി മനോജ് പുഷ്പാങ്കദനാണ് ജെറ്റ് എയർവേസ് അധികൃതർ യാത്ര നിഷേധിച്ചത്. വീൽചെയറിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാനുള്ള ടിക്കറ്റുമായാണ് പക്ഷാഘാതത്തെ തുടർന്ന് ശരീരം തളർന്ന മനോജ് പുഷ്പാങ്കദനും സുഹൃത്ത് ദിലീപും ഇന്നലെ രാത്രി മസ്കത്ത് വിമാനത്താവളത്തിൽ എത്തിയത്. ബോർഡിംഗ് പാസ് എടുത്ത് ലഗേജ് സ്വീകരിച്ച ശേഷമാണ് ജെറ്റ് എയർവേസ് അധികൃതർ യാത്ര നിഷേധിച്ചത്. ആശുപത്രിയിൽ നിന്ന് നൽകിയ ഡിസ്ചാർജിംഗ് ഷീറ്റിൽ രോഗിക്ക് ഓക്സിജൻ സിലിണ്ടർ കൂടെ വേണമെന്ന നിർദ്ദേശമാണ് വിനയായത്. ഇനി എന്ത് ചെയ്യാനെന്ന് പറഞ്ഞാൽ അത് ഡോക്ടറെ കണ്ട് വേറെ എഴുതി മേടിച്ചിട്ട് ഓക്സിജൻ വേണ്ടെന്നുള്ള എഴുതി മേടിച്ചിട്ട് ഇപ്പോൾ ഓക്സിജൻ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, കൈക നീരും കാര്യങ്ങളൊന്നുമില്ല, ചുമയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എഴുതി മേടിച്ചിട്ട് അടുത്ത പോകാനുള്ള നോക്കണം. മാസങ്ങളോളം അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന പാങ്ങോട് സ്വദേശി മനോജിന്റെ ദുരവസ്ഥ നേരത്തെ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തയെ തുടർന്ന് രംഗത്തിറങ്ങിയ സാമൂഹ്യ പ്രവർത്തകരുടെ കൈത്താങ്ങിലാണ് ഇദ്ദേഹത്തിന് ചികിത്സ തുടരാനായത്. പരസഹായമില്ലാതെ നടക്കാനാവില്ലെങ്കിലും മനോജിന് ഇപ്പോൾ സംസാരിക്കാം. നടക്കാനും പറ്റില്ല, ഒരാളെ സഹായം പറ്റില്ല, ഒരാളിനെ കൊണ്ട് വെക്കൂല, ചിലപ്പോൾ രണ്ടുപേര് വേണ്ടി.
ഓക്സിജൻ സിലിണ്ടറില്ലെന്ന് പറഞ്ഞു മടക്കിയ ഇദ്ദേഹത്തിന് പരിമിതമായ സൗകര്യങ്ങൾ നൽകാൻ ഈ നിർമ്മാണ തൊഴിലാളികളായ സുഹൃത്തുക്കൾക്ക് കഴിയൂ. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ഇവിടെ സൗകര്യമില്ല. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സുമനസുകളുടെ കാരുണ്യത്തിലാണ് മനോജിന് ടിക്കറ്റ് ശരിയായത്. പക്ഷേ സാങ്കേതികത്വം പറഞ്ഞ് യാത്ര മുടങ്ങിയിരിക്കുകയാണ്. ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. ഒമാനിൽ പ്രവാസികൾക്ക് സ്വദേശി സ്പോൺസറില്ലാതെ കമ്പനി തുടങ്ങാൻ അവസരമൊരുങ്ങുന്നു. ദുഃഖം പ്രത്യേക സാമ്പത്തിക മേഖലയിലാണ് വിദേശികളുടെ സമ്പൂർണ്ണ ഉടമസ്ഥതയിൽ സ്ഥാപനം തുടങ്ങാൻ കഴിയുക. ഇവിടെ കമ്പനി രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രവാസി നിക്ഷേപകർക്ക് സ്വന്തമായി സ്ഥാപനം തുടങ്ങാൻ മികച്ച അവസരമാണ് ദുഃഖം സ്പെഷ്യൽ എക്കണോമിക് സോൺ മുന്നോട്ട് വെക്കുന്നത്. മസ്കത്തിൽ നിന്ന് 650 കിലോമീറ്റർ അകലെയുള്ള ഈ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ ഒമാനി സ്പോൺസർ ഇല്ലാതെ പ്രവാസിയുടെ പൂർണ്ണ ഉടമസ്ഥതയിൽ കമ്പനി രജിസ്റ്റർ ചെയ്യാമെന്നതാണ് പ്രത്യേകത. കമ്പനികളിൽ 10% മാത്രം സ്വദേശികളെ നിയമിച്ചാൽ മതി. പോലീസ് ക്ലിയറൻസ്, നികുതി തുടങ്ങിയ നൂലാമാലകളില്ല. ചതുരശ്ര മീറ്ററിന് 400 പൈസ മുതൽ 1 റിയാൽ വരെ നിരക്കിൽ 30 വർഷത്തേക്ക് സ്ഥലം പാട്ടത്തിന് ലഭിക്കും. ഒമാനിൽ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങണമെങ്കിൽ പ്രവാസികൾക്ക് ഏതാണ്ട് 2 കോടി രൂപയിലധികം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. എങ്കിൽ പോലും അവർക്ക് 70% വരെ മാത്രമേ കിട്ടുകയുള്ളൂ. സ്പെഷ്യൽ എക്കണോമിക് സോണിൽ കമ്പനി രജിസ്റ്റർ ചെയ്യാന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒരു കമ്പനി തുടങ്ങിയതിന് ശേഷം അതാത് പ്രൊജക്റ്റിനനുസരിച്ച് മാത്രം പൈസ കൊണ്ടുവന്നാൽ മതി. മാത്രമല്ല പൈസ കൊണ്ടുവരുന്നതിന് റെസ്ട്രിക്ഷൻസ് ഇല്ല. ഒമാനിലെ അൽവുസ്ത ഗവർണറേറ്റിൽ 80 കിലോമീറ്റർ നീളത്തിൽ 1777 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് പ്രത്യേക സാമ്പത്തിക മേഖല വികസിക്കുന്നത്. നിലവിൽ തുറമുഖം, വിമാനത്താവളം എന്നിവയുള്ള ദുഃഖമിലെ ഇളവുകൾ കൂടുതൽ നിക്ഷേപകരെ ഒമാനിലേക്ക് ആകർഷിക്കുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ഷിനോജ് ഷംസുദ്ദീൻ, മീഡിയ 1, മസ്കത്ത്. ഈ വാർത്തയോട് പ്രതികരിക്കാൻ നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് എം കെ പ്രസാദ് ചേരുന്നു. എം കെ പ്രസാദ്, ഈ പുതിയ സാമ്പത്തിക മേഖലാ പ്രഖ്യാപനം പ്രവാസികളായ നിക്ഷേപകരെ എങ്ങനെ ഗുണപ്രദമായി സ്വാധീനിക്കും? എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ? ഇതുവരെ ഒമാനിൽ രജിസ്റ്റർ ചെയ്തിരുന്ന കമ്പനികൾ 2 തരമാണ്. ഇവിടുത്തെ സ്വദേശികളുടെ പേരിൽ ബിനാമിയായി രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ 2 കോടി രൂപ കൊണ്ടുവന്നതിന് ശേഷം 70% ഷെയർ എടുത്ത് കമ്പനി തുടങ്ങുക. കമ്പനി തുടങ്ങുക എന്ന് പറഞ്ഞ് പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും അതിൽ തന്നെ തൊഴിലാളികൾ 30% സ്വദേശികളായിരിക്കണമെന്നുള്ള നിയമമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഏറ്റവും വലിയ എക്കണോമിക് സോണായി ദുഃഖം പ്രഖ്യാപിക്കുകയും അവിടെ രജിസ്ട്രേഷൻ തുടങ്ങുകയും ചെയ്തതോടെ 100% സ്വന്തം ഉടമസ്ഥതയിൽ ചെറുകിട ബിസിനസ്സുകാർക്കും വലിയ ബിസിനസ്സുകാർക്കും നിക്ഷേപിക്കാവുന്നതും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അവിടെ തുറമുഖമുണ്ട്, എയർപോർട്ടുണ്ട്, 8 മേഖലകളായി തിരിച്ച് 1772 സ്ക്വയർ കിലോമീറ്റർ സ്ഥലമുണ്ട്. നിസ്സാരം 400 പൈസ മുതൽ 1 റിയാൽ വരെ വർഷത്തിലുള്ള വാടകയിൽ 30 വർഷം വരെ പാട്ടത്തിന് നൽകുകയും അത് പ്രകാരം വലിയ ഒരു സ്വന്തം നിക്ഷേപം നടത്താനുള്ള അവസരമാണ് ഉണ്ടായിരിക്കുന്നത്. വളരെയധികം നന്ദി എം കെ പ്രസാദ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. മറ്റൊരു വാർത്തയിലേക്ക്. UAE ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് സർക്കാർ ജീവനക്കാരുടെ അവധി ദിനങ്ങൾ പ്രഖ്യാപിച്ചു. ഡിസംബർ 2 മുതൽ 4 വരെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും. വാരാന്ത്യ അവധി ദിനങ്ങൾ കൂടിയാകുന്നതോടെ ഡിസംബർ 7 മാത്രമായിരിക്കും ഓഫീസുകൾ തുറന്നു പ്രവർത്തിക്കുക. സ്വകാര്യ മേഖലയുടെ അവധി ദിനങ്ങൾ നാളെ പ്രഖ്യാപിക്കും. കുവൈത്തിൽ തടവ് കാലാവധി നീട്ടിക്കൊണ്ടുപോകുന്നതിൽ പ്രതിഷേധിച്ച് വിദേശി തടവുകാർ നിരാഹാര സമരത്തിലാണെന്ന് റിപ്പോർട്ട്. നാടുകടത്തൽ ഊഴം കാത്ത് സുലൈബ് ഖാത്ത് പോലീസ് സ്റ്റേഷൻ ലോക്കപ്പിൽ കഴിയുന്ന വിവിധ രാജ്യക്കാരായ 40ഓളം പേരാണ് സമരം നടത്തുന്നതെന്ന് കുവൈറ്റ് ടൈംസ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. നാടുകടത്തൽ നടപടിക്രമങ്ങൾ പൂർത്തിയാകാത്തതിനാൽ ഇവരുടെ തടവ് കാലാവധി അനന്തമായി നീളുകയാണെന്നും 25 മീറ്ററോളം വരുന്ന സ്ഥലത്ത് കഴിഞ്ഞ 1 മാസമായി ഇവരെ പാർപ്പിച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം വിമാന ടിക്കറ്റ് ലഭിക്കാത്തതാണ് നാടുകടത്തൽ പ്രക്രിയയ്ക്ക് തടസ്സമായി നിൽക്കുന്നതെന്നാണ് അധികൃതരുടെ വിശദീകരണം. കുവൈത്ത് വിമാനത്താവളം വഴി മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചതിന് 2 വിദേശികൾ പിടിയിലായി. അവധി കഴിഞ്ഞ് കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ ബംഗ്ലാദേശ്, ഈജിപ്ത് സ്വദേശികളിൽ നിന്നാണ് ഹാഷിഷ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്ന് പിടികൂടിയത്. പ്രതികളെ ആന്റി നാർക്കോട്ടിക് വിഭാഗം ചോദ്യം ചെയ്തു വരികയാണ്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം മലയാളികളുടെ കൂടി സ്വന്തം പുസ്തകോത്സവമാണ്. 100 ഇന്ത്യൻ പ്രസാധകരെത്തുന്ന പുസ്തകോത്സവത്തെ ഏറെ ജനകീയമാക്കുന്നതിൽ മലയാളികൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ പ്രവാസി സമൂഹം വഹിക്കുന്ന പങ്ക് ചെറുതല്ല. 100 കണക്കിന് ഭാഷകൾ, സംസ്കാരങ്ങൾ, വ്യത്യസ്ത ദേശക്കാർ, ഇവയെല്ലാത്തിൻ്റെയും സംഗമനഗരിയാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം.
നഗരിയിലേക്ക് ഒഴുകിയെത്തുന്ന പതിനായിരക്കണക്കിന് വായനക്കാർക്കിത് വസന്തകാലമാവുമ്പോൾ ഇന്ത്യൻ പ്രവാസി വായനക്കാർക്ക് ഒത്തുചേരാനുള്ള വേദി കൂടിയാണിത്. പുസ്തക നഗരിയിലെത്തുന്ന സന്ദർശകരിൽ 40% ഇന്ത്യക്കാരാണെന്ന് മേളയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സിക്യൂട്ടീവ് മോഹൻകുമാർ പറയുന്നു. കാരണം ഞങ്ങൾ ഒരുപാട് നന്ദി ഇന്ത്യ ഗവൺമെൻറ്റിനോടുണ്ട്. കാരണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ ബുക്ക് ട്രസ്റ്റ്, കെപെക്സിൽ, കേന്ദ്ര സാഹിത്യ അക്കാദമി ഇവരൊക്കെ തന്നെ ഷാർജ പുസ്തകമേളയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഓരോ വീട്ടിലും ഒരു വായനശാല എന്ന പദ്ധതിയിലൂടെ വായനയെ ജനകീയമാക്കിയ ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസിമിയാണ് പുസ്തകമേള ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൽ നിന്ന് MK മുനീർ, MP വീരേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ളവർ ആദ്യ ദിനത്തിൽ തന്നെ മേളയിലെത്തിയിരുന്നു. വായനക്കാരുടെ ഒരു സ്വർഗം എന്ന് പറയല്ലേ, വായനക്കാർ ഹെവൻ ഓഫ് റീഡേഴ്സ് അങ്ങനെ പറയാൻ വേണ്ടി ഏറ്റവും വലിയ ഒരു മേളയായി, പുസ്തകമേളയായി ഇത് വരുന്ന ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മാറും. ഇന്ത്യയിൽ നിന്ന് ചേതൻ ഭഗത്, അമീഷ് ത്രിപാഠി, P സുരേന്ദ്രൻ, ശശി തരൂർ തുടങ്ങി 30ഓളം എഴുത്തുകാരും 100ഓളം വിവിധ പ്രസാധകരും 33ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിലെത്തുന്നുണ്ട്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ഷാർജ. ശാസ്ത്രവും മതവും തമ്മിൽ ഏറ്റുമുട്ടലിന്റെ പ്രശ്നം തന്നെയില്ലെന്ന് പ്രമുഖ നോവലിസ്റ്റ് ഡാൻ ബ്രൗൺ. പശ്ചിമേഷ്യൻ സമസ്യകൾ ഉൾക്കൊള്ളണമെങ്കിൽ ലോകം ഇസ്ലാമിനെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിലെ നിറഞ്ഞ സദസ്സുമായി സംവദിക്കുകയായിരുന്നു ഡാൻ ബ്രൗൺ. ക്രൈസ്തവ മുസ്ലിം മതങ്ങൾ തമ്മിൽ സമാനതകൾ ഏറെയാണെന്നും ഒരേ സത്യത്തിന്റെ വിവിധ രൂപങ്ങൾ മാത്രമാണവയെന്നും ഡാവിഞ്ചി കോഡ് രചയിതാവ് കൂടിയായ ഡാൻ ബ്രൗൺ അഭിപ്രായപ്പെട്ടു. സത്യത്തിൽ രക്ഷിതാക്കളുടെ മതത്തെ പിന്തുടരുകയാണ് നാം. അതിനപ്പുറം മതപഠനം നടത്തുന്നതിൽ നാം പരാജയപ്പെടുകയാണെന്നും ബ്രൗൺ കൂട്ടിച്ചേർത്തു. So the answer is, I don't think the world would be a more profitable and peaceful place without religion. I think religion is necessary. I just think we need to know how to use our religion. സയൻസ്, മതം എന്നിവയിൽ ദൈവത്തിന്റെ സാന്നിധ്യം തന്നെയാണ് താൻ ദർശിക്കുന്നത്. ദൈവങ്ങൾ തമ്മിലെ അകലം കുറയ്ക്കാൻ വ്യത്യസ്ത മതപഠനങ്ങൾ ഏറെ അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഷാർജ എക്സ്പോ സെന്ററിലെ പ്രധാന വേദിയിലായിരുന്നു ബ്രൗണിന്റെ പ്രഭാഷണം. വൻ ആസ്വാദക പങ്കാളിത്തം കൊണ്ടും ഏറെ സമ്പന്നമായിരുന്നു ചടങ്ങ്. ബ്രൗണിനെ കേൾക്കാൻ ഉള്ളിൽ ഇടം കിട്ടാതെ ആയിരങ്ങളാണ് പുറത്ത് കാത്തുനിൽക്കേണ്ടി വന്നത്. MC നാസർ, മീഡിയ 1, ഷാർജ. നടി എന്നതിനേക്കാൾ എഴുത്തുകാരി എന്ന നിലയ്ക്കാണ് മഞ്ജു വാര്യർ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ ആദരിക്കപ്പെട്ടത്. കുറഞ്ഞ പുസ്തകങ്ങളിലൂടെ മാത്രമല്ല, ഒറ്റ പുസ്തകത്തിലൂടെയും മലയാളി സമൂഹം വലിയ തോതിൽ തന്നോട് സ്നേഹം പ്രകടിപ്പിക്കുകയായിരുന്നുവെന്ന് മഞ്ജു വാര്യർ പറഞ്ഞു. മഞ്ജു എഴുതിയ സല്ലാപം എന്ന പുസ്തകത്തിന്റെ ഗൾഫ് പ്രകാശനവും ചടങ്ങിൽ നടന്നു. വെറുമൊരു 10ാം ക്ലാസ്സുകാരിയായ തന്നെ ഒരു രചയിതാവ് കൂടിയാക്കി മാറ്റിയ മലയാളികളോട് മനം നിറഞ്ഞ നന്ദിയുണ്ടെന്ന് മഞ്ജു വാര്യർ. സല്ലാപം എന്ന തന്റെ കൃതിയുടെ ഷാർജ പുസ്തകമേളയിലെ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. പുരുഷ മേധാവിത്വം എന്നത് മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമകളിലെ ഒരു യാഥാർത്ഥ്യം തന്നെയാണെന്ന് മഞ്ജു തുറന്നടിച്ചു. എങ്കിലും കരുത്തുറ്റ കഥാപാത്രങ്ങളിലൂടെ സ്ത്രീ സാന്നിധ്യത്തെ ഊട്ടിയുറപ്പിക്കാൻ ചിലർക്കെങ്കിലും സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മലയാളം മാത്രമല്ല, ഇന്ത്യയിലെ ഫിലിം ഇൻഡസ്ട്രി മൊത്തത്തിൽ ഒരു മെയിൽ ഡോമിനേറ്റഡ് ഇൻഡസ്ട്രി ആണ് ശരിക്കും. പക്ഷെ അതിൽ തന്നെ സ്വന്തം കഥാപാത്രങ്ങൾ കൊണ്ട് സ്വന്തം സ്ഥാനം പതിപ്പിച്ചിരിക്കുന്ന നടിമാരുമുണ്ട്. എനിക്ക് തോന്നുന്ന ഇതിപ്പോൾ നമ്മൾ നടന്മാരോ നടിമാരോ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം ഇതിനൊരു വലിയൊരു മാറ്റം വരുത്താൻ സാധിക്കില്ല. അതിന് കഥാപാത്രങ്ങൾ ഉണ്ടാക്കാൻ തയ്യാറായ തിരക്കഥാകൃത്തുക്കൾ വേണം. മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ തനിക്ക് സാധിച്ചുവെങ്കിൽ അത് രചനയുടെ മികവ് കൊണ്ടാണെന്നും അവർ പറഞ്ഞു. സ്നേഹത്തിന്റെ ഏതൊരു സന്ദേശവും നല്ല രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയാണ് വേണ്ടത്. എങ്കിൽ മലയാളി ഇരുകൈയും നീട്ടി അതിനെ സ്വീകരിക്കുമെന്ന് ചുംബന സമരത്തെക്കുറിച്ച് ചോദ്യത്തിന് മറുപടിയായി മഞ്ജു വാര്യർ അഭിപ്രായപ്പെട്ടു. രവി DC, മോഹൻകുമാർ, മിഥുൻ, വൈശാഖ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. മീഡിയ 1, ഷാർജ.